മമ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലെ നന്ദകിഷനാണ് എനിക്കൊപ്പം ഉള്ളത്. ഇന്നലെ ഇന്നുമായിട്ട് 3 ഇനങ്ങളിൽ പങ്കെടുത്ത് 3ലും ഫസ്റ്റ് എ ഗ്രേഡ് നേടി. ഇതിനപ്പുറം സന്തോഷം എന്താ വേണ്ടല്ലേ? ഇന്നലെയും എൻ്റെ ഒപ്പം ചേർന്നിരുന്നു അല്ലേ? അന്ന് കേരള നടനത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയപ്പോൾ നമ്മോട് സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ ഭരതനാട്യത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങി. ഇപ്പോൾ നാടോടി നൃത്തത്തിനും ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. എത്ര സന്തോഷമുണ്ട് ഇപ്പോൾ? എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുണ്ട്. ആഹാ. അപ്പോൾ സാധാരണഗതിയിൽ ഉപജില്ലയിൽ പോലും ഈ 3 ഇനങ്ങളിലേ വന്നിട്ടുള്ളൂ. ആ 3 ഇനത്തിലും ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങാനും പറ്റിയിട്ടുണ്ട്. അതങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഈ പങ്കെടുക്കുന്നതിനൊക്കെ ഫസ്റ്റ് എ ഗ്രേഡ് വരുന്നത്? നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ എത്രയോ കാലം കഷ്ടപ്പെട്ടിരുന്നു. ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ വർഷം നേടാൻ പറ്റാത്തതാണ് ഈ വർഷം നേടിയത് അല്ലേ? ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും കുറേ കൂടുതൽ വരും. അപ്പം അതിനിടയിൽ ഒരുപാട് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ആഹാ. എത്ര കാലം പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്? 10 വർഷമായി. 5.5 വയസ്സ് മുതൽ ഇതിലേക്ക് ഇത് പഠിക്കാൻ തുടങ്ങിയതാണ്. അംഗൻവാടി മുതൽ 4ാം ക്ലാസ് എടുത്ത ആ ഒരു എഫേർട്ടിന് ഇന്ന് ഫലം കിട്ടി. വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്താ എല്ലാവരുടെ ഒരു അഭിപ്രായം എന്തൊക്കെയായിരുന്നു? അഭിപ്രായം വെച്ചാൽ നല്ല അഭിപ്രായം തന്നെ, എല്ലാവർക്കും സന്തോഷം തന്നെ. ആരാ പഠിപ്പിച്ചത്? രാംദാസ് ഭാസ്കര 3 ഐറ്റം മാഷിനെ പഠിപ്പിച്ചത്. മാഷിനെ വിളിച്ച് പറഞ്ഞോ? ഉണ്ട്. മാഷിന് വലിയ സന്തോഷമായി ഈ ശിഷ്യന്റെ ഈ വരച്ച് കണ്ടിട്ട്. ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നാളത്തെ കഠിന പരിശ്രമമൊക്കെ. ഈ ഭാവിയിൽ ഇനി ആരാവണമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡാൻസ് തിരഞ്ഞെടുക്കുമോ അല്ല നമ്മൾ പഠിച്ച് മറ്റൊരു മേഖല തേടുമോ? അങ്ങനെ വെച്ചാൽ പഠിത്തത്തിലേക്കും പോവും ഡാൻസിലേക്കും പോവും. പഠിത്തത്തിൻ്റെ കൂടെ ഡാൻസ്. അതെ. ഈ ഭരതനാട്യം അതുപോലെ നാടോടി നൃത്തം ഇത് രണ്ടും നമ്മൾ അടവുകൾ പഠിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ഡാൻസിൻ്റെ ചുവടുകൾ പഠിക്കുന്നതിനോടൊപ്പം അഭിനയം അതിന് ഒരു വലിയ മാർക്ക് വീഴുന്ന സംഭവമാണ്. അപ്പോൾ അത് ഉള്ളിലുള്ളവർക്ക് ഇതിൽ ഫസ്റ്റ് എ ഗ്രേഡൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അഭിനയത്തിൽ എന്തൊക്കെയാണ് ആ ഒരു പാരമ്പര്യം എന്താണ്? അഭിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നാടക സംവിധായകനാണ്. അതാണ് എനിക്കറിയേണ്ടത്. നാടകത്തിൽ അഭിനയിക്കലുണ്ട്. പണ്ട് ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇക്കൊല്ലം 7 നാടകമുണ്ട് ജില്ലയിലേക്ക് 7 നാടകം അച്ഛൻ്റെതായിട്ടുണ്ട്. അച്ഛൻ്റെ പേര് പറഞ്ഞോ? അച്ഛൻ്റെ പേര് രാജേഷ് കിഴത്തൂർ. ആഹാ. അപ്പോൾ ഉപജില്ലയിൽ നിന്ന് ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങി വന്ന 7 നാടകങ്ങളാണ് അച്ഛൻ്റെതായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ? ആഹാ. അപ്പം അച്ഛൻ ഒരു തികഞ്ഞ നാടകക്കാരനാണ്, സംവിധായകനാണ്, അഭിനേതാവാണ്. അതപ്പോൾ ആ രക്തത്തിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ അഭിനയം? അതും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാൻസിന് വലിയൊരു മുതൽക്കൂട്ടായി അഭിനയം കയ്യിലുള്ളത് കൊണ്ട്. ഇനി ഒരു അനിയത്തിയാണോ ഉള്ളത്? അനിയത്തിയാണുള്ളത്. മോള് ഇതുപോലെ ഡാൻസും അഭിനയമൊക്കെ ഉണ്ടോ? അനിയത്തി നാടകത്തിനുണ്ട്, പിന്നെ നല്ല ആക്ടറാണ്. ഇപ്പൊ നാടകത്തിന് കളിച്ചോണ്ടിരിക്കുന്നതാണ്, വേറെ വേദിയിൽ സംസ്കാരം കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നാടകത്തിൽ മോനും അഭിനയിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജില്ലക്ക് ഫസ്റ്റ് കിട്ടി, ജില്ലക്ക് സെക്കൻഡ് കിട്ടിയിട്ട് അപ്പീൽ കൊടുത്തിട്ട് സ്റ്റേറ്റിൽ പോയിട്ട് 3ാം സ്ഥാനം എ ഗ്രേഡ്. മികച്ച നടനായി എന്ന് പറഞ്ഞു. അത് ഉപജില്ലയിൽ മികച്ച നടനായിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പാരമ്പര്യം തന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറയാനുണ്ട്. അതുപോലെ ഡാൻസ് നമ്മൾ ഒരുപാട് കാലത്തെ ഉപാസന കൊണ്ട് ഇപ്രാവശ്യം പങ്കെടുത്ത 3 ഇനങ്ങളിലും ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ടും ഉള്ള ജീവിതത്തിലൊക്കെ ഈ കലയെ ഒപ്പം ചേർക്കാൻ തന്നെയല്ലേ അഭിനയ മോഹം ഉണ്ട് എന്ന് പറയുമ്പോൾ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ തേടി വരികയാണെങ്കിൽ യെസ് പറയില്ലേ? പിന്നെ പറയാൻ അത് വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ നിറവേറപ്പെടട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഇനിയും മുന്നോട്ട് ഇതുപോലെ കലയെയും ഒപ്പം പഠനത്തെയും മുറുകെ പിടിച്ച് പോവുക. സംസ്ഥാന കലോത്സവം എന്ന കടമ്പ് വളരെ ഈസി ആയിട്ട് തന്നെ കടന്നു പോവുക. ഓക്കെ. നമ്മളോട് വന്ന് സംസാരിച്ചതിനൊക്കെ വലിയ സന്തോഷം. നന്ദി.